എയിംസിന് കാസർഗോഡിന്റെ പേര് നൽകണമെന്ന് സാമൂഹിക പ്രവർത്തക ദയാഭായ്. സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സയില്ലെന്നും ഉപകരണങ്ങളില്ലെന്നും കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് നിലവിലെ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്നും ദയാഭായ് പറഞ്ഞു. 2010 താൻ കാസർഗോഡ് എത്തുകയും അവിടുത്തെ ദുരിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തു. അന്നു മുതൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. എയിംസിനു വേണ്ടി കാസർഗോഡിന്റെ പേര് നൽകണം. ആരോഗ്യ പരിരക്ഷയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം. മന്ത്രിയുമായി ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ കാര്യം ചർച്ചയ്ക്ക് എടുക്കുകയില്ലെന്ന് പറഞ്ഞുവെന്നും ദയാഭായ് ആരോപിച്ചു. ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചല്ല, അവരുടെ ആവശ്യമനുസരിച്ചാണ് സർക്കാർ നിലകൊള്ളുന്നതെന്നും ദയാഭായ് പറഞ്ഞു. ഞാൻ 2010 കാസർഗോഡ് ആദ്യം വന്നെല്ലാം കണ്ടത്. അന്ന് മുതൽ ഇതെന്റെ പ്രയോറിറ്റി ആയിട്ട് നിൽക്കുക. പക്ഷെ ഞാൻ ഇന്ന് വരെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇതിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല. നിരാഹാരം കഴിഞ്ഞപ്പോഴെങ്കിലും ഓർത്ത് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എനിക്ക് ഇന്നത്തെ ന്യൂസും കൂടെ കണ്ടേച്ച് ഞാൻ പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് വേണ്ടിയത് മെഡിക്കലാണ്. എൻ്റെ നിരാഹാരത്തിലും ഈ 18 ദിവസം നിരാഹാരം കിടന്നപ്പോൾ അതായിരുന്നു പ്രധാന ഡിമാൻഡ്. അതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് എയിംസിന് വേണ്ടിയിട്ട് കാസർഗോഡിന്റെ പേര് കൊടുക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പുതിയൊരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും ഇതിനായി അടിസ്ഥാന സൗകര്യം എന്ന വണ്ണം 2 ഏക്കർ ഭൂമി ആവശ്യമായി വരുന്നുണ്ട്. ഇതിൽ ആശുപത്രി കെട്ടിടവും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ദയാഭായ് കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തുള്ള ആളുകളും കാസർഗോഡുള്ള ദുരിതബാധിതരും ചേർന്നായിരിക്കും പുതിയ ട്രസ്റ്റ് രൂപീകരിക്കുന്നതെന്നും ദയാഭായ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.